ലൈഫ് സ്പെഷ്യൽ. നമ്മളുടെ നിത്യജീവിതത്തിൽ എത്രയേറെ മാനസിക സംഘർഷത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഡിപ്രഷൻ അല്ലെ വിഷാദങ്ങളിലൊക്കെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ഇത്രയൊരു ടെൻഷനുള്ളപ്പോൾ നമ്മൾ ഒരു ചാർലി ചാപ്ലിൻ്റെയോ ഒരു മിസ്റ്റർ ബീൻ്റെയോ അതേപോലെ ഹാസ്യ സാമ്രാട്ടായ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹാസ്യ മൂവികൾ അല്ലെങ്കിൽ ഒരു TV ഷോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയേറെ സന്തോഷമുണ്ടാകും. മനസ്സ് നിറഞ്ഞ് ഒന്ന് ചിരിക്കുകയോ ചെയ്യുന്നൊരു സമയമാണ്. ഇന്ന് ഇതൊരു വലിയ ചികിത്സാ രീതിയായി ഡെവലപ്പ് ചെയ്തു. അതാണ് ലാഫ് തെറാപ്പി. ലാഫ് എന്നുള്ള ചിരി എന്നുള്ളത് ഒരു കുട്ടി ജനിക്കുന്ന കാലം മുതലേ ഏർലി ഇൻ ദ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിയെ നമ്മൾ കാണും, ഒരാഴ്ച കഴിഞ്ഞാണെങ്കിലും കുട്ടി ചിരിക്കാൻ തുടങ്ങും. ചിരി ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഒരു സന്തോഷം അല്ലെ കൈമാറുന്ന ഒന്നാണ് ചിരി. ഒരാൾ ചിരിക്കുകയാണെങ്കിൽ ആ ചിരിയിൽ ഹാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൂ എന്ന് പറയുന്ന ചിരിക്കുകയാണെങ്കിൽ 1 സെക്കൻഡിൻ്റെ 1/5 സമയമാണ് അതിന് ചിലവാക്കുന്നത്. പക്ഷെ ആ അത്രയും ചെറിയ സമയമുണ്ട് എങ്കിൽ തന്നെ അതൊരു സന്തോഷം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഒരു ചിരിക്ക് 5 മുതൽ 53 മസിൽ വരെ ഇതിൽ എത്ര എണ്ണം വേണമെങ്കിലും ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഒരാളുടെ ഒരു ചിരി. ഒരു കുട്ടിയാണെങ്കിൽ ഏകദേശം 400 പ്രാവശ്യം ഒരു ദിവസം ചിരിക്കും. എന്നാൽ ഒരു പ്രായമുള്ള ആൾ അല്ലെങ്കിൽ അഡൾട്ടാണെങ്കിൽ ഏകദേശം 15 പ്രാവശ്യം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരിൽ കൂടുതൽ ചിരിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു സ്ത്രീയുടെ ചിരി വളരെ ഇഷ്ടമാണ്. എന്നാൽ ഈ ചിരി കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിരി ഒരു ചികിത്സാ രീതിയായിട്ട് ലോകത്തെ ഡെവലപ്പ് ചെയ്തത് ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ ഡോക്ടറായ മദൻ കത്താരി, ബോംബെയിലുള്ള ഒരു ഫിസിഷ്യനാണ്. 1995 ഈ ചിരി ഒരു ലാഫ് തെറാപ്പി എന്ന് പറഞ്ഞ് ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് ലോകമെമ്പാടുമായി ഏകദേശം 7000-ഓളം ലാഫിംഗ് ക്ലബ്ബുകൾ തന്നെയുണ്ട്. അത് ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലുമുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, പല സ്ഥലങ്ങളിൽ ഈ ലാഫിംഗ് ക്ലബ്ബുകളുണ്ട്. ഓസ്ട്രേലിയയിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ ഇങ്ങനെയെല്ലാം വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് ലാഫിംഗ് ക്ലബ്ബ്. എന്താണ് ഈ ലാഫിംഗ് ക്ലബ്ബിൽ ചെയ്യുന്നത്? ആദ്യം വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് തുടങ്ങുന്ന ഇവരേതെങ്കിലും ഒരു മൈതാനത്ത് അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടുകയാണ് ചെയ്യുന്നത് റെഗുലറായിട്ട്. എന്നിട്ട് എല്ലാവരും ഗ്രൂപ്പായിട്ട് ഹാ ഹൂ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് അടുത്തത് ചിരിക്കുക. ഇങ്ങനെ ഏകദേശം 20 മിനിറ്റോളം ചിരിക്കുന്നതാണ് ലാഫർ തെറാപ്പി എന്ന് പറയുന്നത്. ലാഫിംഗ് ക്ലബ്ബുകൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ലോകത്ത് പല ഭാഗത്തും ഇങ്ങനെ ലാഫ് തെറാപ്പി ഇങ്ങനെ വന്നതോടെ അമേരിക്കയിലെ സയൻറ്റിസ്റ്റുകൾ യൂണിവേഴ്സിറ്റി ഓഫ് മെറിലാൻഡ് ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ ചിരി കൊണ്ട് എന്തെങ്കിലും ആരോഗ്യകരമായ പ്രയോജനമുണ്ടോ? നമുക്ക് ഫിസിക്കലാണെങ്കിലും മെൻ്റലാണെങ്കിലും വളരെയേറെ പ്രയോജനകരമായ ഒന്നാണ് ഈ ലാഫിംഗ് എന്നുള്ളത്. അവരുടെ പഠനങ്ങൾ വളരെ രസകരമാണ്. ഒന്ന്, ഈ ബ്ലഡ് വെസലിൻ്റെ അകത്തൊരു ഒന്നുണ്ട് എൻഡോത്തീലിയം എന്ന് പറഞ്ഞത്. അത് റിലാക്സ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് ഈ ബ്ലഡ് പ്രഷർ കുറയും എന്ന് അവർ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഈ എൻഡോത്തീലിയം റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് ഫ്ലോ ആ ഏരിയയിലേക്ക് കൂടും. അപ്പോൾ അങ്ങനെ ഒരു 1-2 പ്രയോജനം. അതേപോലെ മെൻ്റൽ സ്ട്രെസ്സ് അത് വളരെയേറെ കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവർ പഠനങ്ങൾ നടത്തിയത് പലതരത്തിലുള്ള ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറഞ്ഞായിട്ട് കാണുന്നു. അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, IgA എന്ന ഇമ്മ്യൂണിറ്റി അതിൻ്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടത്. സോ ഇമ്മ്യൂണിറ്റി, അപ്പോൾ പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഈ ലാഫ് തെറാപ്പിയിൽ നിന്നും കാണാൻ സാധിച്ചു. ഇന്നൊക്കെ ആണെങ്കിൽ ബോംബെയിൽ പലതരത്തിലുള്ള വലിയ മഫ്തലാൽ പോലെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട്.
അവരൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജോലിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇവൻ ബോസ് ഉൾപ്പെടെ ചേർന്നിട്ട് ഒരു 5 മിനിറ്റ്സ് അവരൊന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ അവരുടെ ജോലിയിൽ വളരെയേറെ അവർ വർക്കിൽ ഒരു ബെറ്റർ പെർഫോമൻസ് ആയിട്ടാണ് അവർക്ക് കിട്ടുക. അത് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഈ ലാഫിംഗ് ക്ലബ്ബ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലുള്ള ലാഫിംഗ് ക്ലബ്ബ് ഒന്ന് ഹാസ്യയോഗ എന്ന പേരിലൊന്നും ഉണ്ട്. ഹാസ്യയോഗ ഒന്നുമല്ല, 2 പേർ തമ്മിൽ കണ്ണിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ചിരിക്കുക. അതേപോലെ തന്നെ ലൈറ്റായിട്ടുള്ള യോഗയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പിന്നെയും ചിരിക്കുക. ഇതാണ് ഹാസ്യയോഗ. അതും ഇന്ന് നമ്മുടെ നാട്ടിലത് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും മനുഷ്യർ മാത്രമേ ചിരിക്കത്തുള്ളൂ. അല്ല, പട്ടികൾ, റാറ്റ്, ചിമ്പാൻസി, എയ്പ്പ് എല്ലാ ജീവികൾക്കും ചിരി അവരുടെ സ്വതസിദ്ധമായി കിട്ടിയിട്ടുള്ള ഒന്നാണ്. ചില രോഗങ്ങളുണ്ട്, ലാഫിംഗ് ഡിസീസ് എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാവും. കുറു എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, ആഫ്രിക്കൻ ട്രൈബ്സിലൊക്കെ കാണുന്നതാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഡീജനറേറ്റീവ് അസുഖമാണ്, അതിന് ചികിത്സയൊന്നുമില്ല. പക്ഷേ ഈ എക്സ്പ്ലോസീവായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഇവർ. അതേപോലെ തന്നെ ഈ അനസ്തീഷ്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്, അതിൻ്റെ പേര് തന്നെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ്. അത് ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ചിരി ഒരു എക്സസൈസ് കൂടിയാണ്. നമ്മളൊരാൾ ഉദാഹരണത്തിന് ഒരു 100 പ്രാവശ്യം ചിരിക്കുക എന്ന് വെച്ചോ, അത്രയും ചിരിക്കുക എന്നുള്ളത് ഒരു എക്സസൈസിൻ്റെ രൂപത്തിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി സൈക്കിളൊക്കെ ഉണ്ടല്ലോ എക്സസൈസ് ചെയ്യുന്ന, അതിലൊരാളിരുന്ന് ഒരു 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ തുല്യമാണ് ഈ 100 പ്രാവശ്യം ചിരിക്കുക എന്നുള്ളത്. ചിരിയാണെങ്കിലോ നമുക്ക് ഏറ്റവും എളുപ്പം തിരിച്ചറിയാവുന്ന ഒന്നാണ്. ഏകദേശം 300 ഫീറ്റ് അകലെ നിന്ന് ഒരാൾ ചിരിച്ചാലും അത് റെക്കഗ്നൈസ് ചെയ്യാം. അതുകൊണ്ട് ചിരി എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയാണ്. എങ്കിൽ തന്നെ ചിരിയിൽ പോലും വളരെയേറെ ആരോഗ്യപരമായ ബെനിഫിറ്റ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നാടിൽ മുഴുവൻ ഈ ലാഫിംഗ് ക്ലബ്ബുകളൊക്കെ വളർന്നു വരുന്നത്. നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ എന്തുകൊണ്ടെന്നാൽ ഒരു ചെലവില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ലാഫ്.